ഹായ്, ഞാൻ ഡോക്ടർ സജീവ് ദേവ്. എൻ്റെ മുമ്പിൽ കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് അടുത്തിടയ്ക്ക് കല്യാണം കഴിഞ്ഞ ഒരു ഭാര്യയും ഭർത്താവും എത്തി. അവരിങ്ങനെ സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം അവരുടെ മനസ്സ് തുറന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് കല്യാണം കഴിഞ്ഞ് ഒരു 6 മാസത്തോളമായി. പക്ഷെ അവരൊട്ടും സാറ്റിസ്ഫൈഡ് അല്ല. അവർ രണ്ടുപേരും സാറ്റിസ്ഫൈഡ് അല്ല. അവർക്ക് വളരെ ബുദ്ധിമുട്ട്, ഫാമിലി മുമ്പോട്ട് കൊണ്ടുപോകുന്നതിലൊക്കെ ബുദ്ധിമുട്ട്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് കാര്യം എന്നൊക്കെ കൂടുതൽ അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ പെൺകുട്ടി ഒന്നും പറയുന്നില്ല. പെൺകുട്ടി ഇങ്ങനെ ആകെ സങ്കടപ്പെട്ടിരിക്കുന്നു. അപ്പോഴാണ് ഈ വന്നിരുന്ന ഭർത്താവാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, സർ എനിക്കതൊരു പറയാൻ വിഷമമുണ്ട്. എന്താണ്? ഞാൻ ചോദിച്ചു എന്താണ് കാര്യം, എന്താണെന്ന് ചോദിച്ചു. അപ്പൊ ചോദിച്ചു ഇങ്ങനെ അമ്മയ്ക്ക് ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്നോടൊരു നീരസക്കുറവുണ്ട്. അമ്മ എന്നോടുള്ള പെരുമാറ്റത്തിൽ ഭയങ്കര ദേഷ്യം. അമ്മ എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തുന്നു. അത് ഞാൻ ചോദിച്ചു എന്താണ് കാര്യം, പറയൂ. ഈ പെൺകുട്ടി ഇവിടെ ഇരിക്കുന്നതിന് കേൾക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. അത് കുഴപ്പമൊന്നുമില്ല, അവളുടെ പ്രസൻസിൽ ഇരുന്ന് തന്നെ ഞാൻ പറയാന്ന് പറഞ്ഞു. അവള് ഇങ്ങനെ ചോദിച്ചു അപ്പൊ എന്താണ് റിയൽ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു. അപ്പോ ആണ് ആള് പറയണത്, കാരണം കല്യാണം കഴിച്ചതിന് ശേഷം അമ്മേനെ ഞാൻ സ്നേഹിക്കുന്നില്ല എന്നുള്ള തോന്നൽ അമ്മയ്ക്ക് ഉണ്ടോ എന്നൊരു സംശയമുണ്ട് സർ. പലപ്പോഴും അമ്മ എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അമ്മേന്റെ അടുത്ത് പലപ്പോഴും ഇവളറിയാതെ തന്നെ എൻ്റെ അടുത്ത് ചോദിക്കുന്നത്, നീ 10-30 വർഷം ഞാനായിരുന്നു നിന്റെ കൂടെ ഉണ്ടായിരുന്നു, നിന്നെ വളർത്തിയതും അച്ഛൻ മരിച്ചുപോയി, അച്ഛൻ മരിച്ചിട്ട് പോലും നിന്നെയൊക്കെ നോക്കിയത് ഞാനാണ്. പക്ഷെ ഇപ്പോ ഈ ഒരു ഒരു 2-3 മാസമായിട്ടുള്ള നിന്റെ ജീവിതത്തിലേക്ക് വേറൊരു പെണ്ണ് വന്നിട്ട് ഇപ്പൊ നിനക്ക് എന്നെ ഒന്നും ഇഷ്ടമല്ല, എന്നെ നോക്കാനൊന്നും ആരുമില്ല, എന്നെ ഒരു സ്ഥലത്തും കൊണ്ടുപോകാനാവില്ല, ഇത്രയും കാലം നീ എന്നെ കൊണ്ടുപോയായിരുന്നു, ഇപ്പൊ ഒരു സ്ഥലത്ത് പോലും കൊണ്ടുപോകുന്നില്ല നീ എന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ സങ്കടപ്പെടുന്നു. അപ്പൊ എനിക്ക് വിഷമാവുന്നു. എനിക്ക് എന്തൊക്കെയോ ഒരു സങ്കടം വരുന്നു. എനിക്ക് അപ്പോ എന്റെ ഭാര്യയെ സ്നേഹിക്കാൻ പറ്റുന്നില്ല സർ. അതുപോലെ തന്നെ എനിക്ക് പുറത്തു പോകാൻ പറ്റുന്നില്ല. പുറത്തു പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അമ്മ അറിയുമ്പോൾ അമ്മയുടെ വിഷമാവൂ എന്നുള്ളൊരു തോന്നൽ എനിക്ക് വരുന്നു. ഒരു ഐസ്ക്രീം പോലും എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. ഈ ഐസ്ക്രീം കഴിക്കുന്ന സമയത്ത് ഐസ്ക്രീം കഴിച്ചെന്ന് അമ്മ അറിഞ്ഞു കഴിഞ്ഞാലോ എന്നുള്ള സംഭവം. എവിടെയെങ്കിലും ഒന്ന് പോയി കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതിനി ആരെങ്കിലും അമ്മയിലേക്ക് എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അമ്മ അത് വിഷമം ഉണ്ടാക്കുമോ, അമ്മയ്ക്ക് അത് വിഷമാവോ. അമ്മ എന്നെ കൂടുതൽ ദ്രോഹിക്കുന്നൊന്നുമില്ല, പക്ഷെ അമ്മ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമാവുന്നു. എനിക്ക് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് എനിക്ക് അമ്മയും വേണം, ഇവളും വേണം. പക്ഷെ എനിക്കിത് രണ്ടും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല. സജീവ് സാർ എന്താണ് ചെയ്യാൻ പറ്റുക? ഞാൻ വല്ലാത്തൊരു ബുദ്ധിമുട്ടിലാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് അതിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഗിൽറ്റ് ട്രിപ്പിംഗ് ആണ് ആ വിഷയം. ഗിൽറ്റ് ട്രിപ്പിംഗ് എന്ന് വെച്ചാൽ എന്താ അറിയില്ല, മറ്റുള്ളവരെ നമ്മുടെ ജീവിതത്തിലെ സന്തോഷത്തെ വേറൊരാൾ കുറ്റപ്പെടുത്തുമ്പോൾ, മറ്റൊരാള് അയാളുടെ ആവശ്യത്തിന് വേണ്ടി കുറ്റപ്പെടുത്തി കഴിയുമ്പോൾ അതിൽ നമുക്കൊരു കുറ്റബോധം തോന്നി തുടങ്ങി. അതായത് മറ്റുള്ളവരിൽ കുറ്റബോധം സൃഷ്ടിച്ചുകൊണ്ട് മറ്റുള്ളവരെ സന്തോഷം തടയുന്ന, സന്തോഷത്തെ ഇല്ലാതാക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്നത് ഗിൽറ്റ് ട്രിപ്പിംഗ്. ഇവിടെ മാത്രമല്ല കേട്ടോ, ഗിൽറ്റ് ട്രിപ്പിംഗ് പല സ്ഥലത്തും ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പാരന്റ്സ് പറയുന്നത് എന്താ, നിന്നെ ഇത്രയൊക്കെ ആക്കി തന്നില്ലേ, നിന്നെ ഇത്ര ഞാൻ വളർത്തിയതല്ലേ, എന്നിട്ട് നീ എന്താ ഇപ്പൊ ഇങ്ങനെ കാണിക്കുന്നത്, നീ ഇന്ന് സ്നേഹിക്കുന്നില്ല. ഇതൊക്കെ പറയുമ്പോൾ എന്താ കാരണം, ഇല്ലാത്ത ഒരു കുറ്റബോധം ആളിലേക്ക് വന്നു കഴിയുമ്പോൾ അവന്റെ സന്തോഷത്തെയാണ് തടയുന്നത്. ഇവിടെ ഒരു പെൺകുട്ടിയുടെ കഥയുണ്ട്. ആ പെൺകുട്ടിക്ക് വളരെ ആഗ്രഹമായിരുന്നു നല്ലൊരു നർത്തകിയാവുക, നല്ലൊരു ഡാൻസറായി മാറണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ അവള് അമ്മയുടെ അടുത്ത് തുറന്നു പറഞ്ഞു. അപ്പോൾ കുറച്ച് വർഷമായിട്ട് അച്ഛൻ ഒരു ആക്സിഡന്റിൽ മരിച്ചു. അതിനുശേഷം അമ്മയാണ് ഈ പെൺകുട്ടിയെ നോക്കുന്നത്. അമ്മ ശരിക്കും ചെറിയ പണികളൊക്കെ എടുത്താണ് പോകുന്നത്. അച്ഛന്റെ ഇൻഷുറൻസ് എമൗണ്ട് കിട്ടിയ പൈസയൊക്കെ ഉള്ളത് കൊണ്ടാണ് അവർ അഡ്ജസ്റ്റ് ചെയ്ത് പോയത്. അങ്ങനെ ഒരു ദിവസം ഇവള് അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ എനിക്ക് നല്ലൊരു ഡാൻസർ ആവണം, എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അമ്മ പറഞ്ഞു, നീ ഡാൻസർ ആവണ്ട, കാരണം ഞാൻ ഈ ചെറിയ പണിയൊക്കെ എടുത്ത് നടക്കുമ്പോൾ നീ വലിയ തുള്ളിച്ചാടിയൊന്നും നടക്കണ്ട. ഇനി നിന്റെ അച്ഛന് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു ഡാൻസർ ആവണത്, അച്ഛൻ ജീവിച്ചിരുന്നെങ്കിൽ നിന്നെ ഡാൻസർ ആക്കില്ല എന്നുള്ള ആ ഒരു വാക്ക് അവളൊരു കുറ്റബോധം സൃഷ്ടിക്കുകയും അവള് നർത്തകിയാവണം എന്നുള്ള അവളുടെ വളരെ വലിയ ആഗ്രഹം വേണ്ടാന്ന് വെക്കുകയും അവള് ആ പരിപാടി അവിടെ വെച്ച് നിർത്തുകയും ചെയ്യും. ഇന്നും അവളുടെ മനസ്സിൽ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത്, തന്റെ ഒപ്പം ഡാൻസ് കളിച്ച് തുടങ്ങിയ കുട്ടികളെല്ലാം വലിയ പേരെടുത്ത നർത്തകികളായപ്പോൾ അമ്മയുടെ ആ വാക്ക്, അമ്മ പറഞ്ഞ ആ ഒരു ഗിൽറ്റ് മനസ്സിൽ കയറി കഴിഞ്ഞപ്പോൾ അവളുടെ ജീവിതം താറുമാറായിപ്പോയി. ഇന്നും അവള് ഭയങ്കര സങ്കടത്തിൽ തന്നെയാണ് ജീവിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾക്കറിയാൻ പറ്റും, കൂട്ടുകാര് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ പറയും അതൊന്നും ശരിയല്ല, അതൊന്നും വേണ്ട. ഇപ്പൊ അതുപോലെ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്. അവൻ കല്യാണം കഴിച്ചിട്ട് അവന്റെ ഭാര്യ വീട് തൃശ്ശൂർ ജില്ലയ്ക്ക് അപ്പുറത്താണ്. ഇവിടെ തൊട്ടടുത്തൊന്നുമല്ല, ഏകദേശം 100-120 കിലോമീറ്റർ പോയാലാണ്. 3 ആഴ്ച കൂടുമ്പോഴോ 2 ആഴ്ച കൂടുമ്പോഴൊക്കെയാണ് ആള് ഒന്ന് വൈഫ് ഹൗസിലേക്ക് പോകുന്നത്. വളരെ യാത്രയുള്ളത് കൊണ്ടും അത്രയും ദൂരം ഉള്ളത് കൊണ്ടും വൈഫ് കൊച്ചുമായിട്ട് അവിടെ ആയതുകൊണ്ടും ഒക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടേക്ക് പോകുന്നു. പക്ഷെ ഇവന്റെ കൂട്ടുകാരൻ എപ്പോ കണ്ടാലും ചോദിക്കുമെന്ന് പറയും, ഞങ്ങൾ നേരിട്ട് കാണാൻ പറയാം, എപ്പോ കണ്ടാലും നീ അവിടെ തന്നെയാണോ കിടപ്പ്, അവിടെ തന്നെയാണോ പോകും, നീ എനിക്ക് ഫുൾ ടൈം അവിടെ തന്നെയാണല്ലോ. ഈ ഒരു ചോദ്യം ശരിക്കും സത്യത്തിൽ ആള് വല്ലപ്പോഴുമാണ് പോണത്. പക്ഷെ ഈ എപ്പോഴും ഇങ്ങനെ പോകുകയാണോ ചോദിക്കുമ്പോൾ അറിയാതെ അവനിലേക്ക് ഒരു കുറ്റബോധം സൃഷ്ടിക്കപ്പെടാണ്.
അവൻ ആ കുറ്റബോധം ഉണ്ടാവുകയാണ്. അപ്പൊ ആ കുറ്റബോധം ഉണ്ടായി കഴിയുമ്പോൾ അടുത്ത പ്രാവശ്യം പോകുന്ന സമയത്ത് ഒരു എന്താ പറയണ, പോണോ പോണ്ടേ, ഇനിയിപ്പോൾ ആളുകൾ ഇതൊക്കെ ഇങ്ങനെ പറയോ, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഗിൽറ്റ് ഫീലിംഗ് നമ്മളിലേക്ക് വരാം. ശരിക്കും സത്യത്തിൽ ഇപ്പോൾ ആളിവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്റെ കൂട്ടുകാരൻ വിളിച്ചാൽ എവിടെയാണെന്ന് പോലും ആൾ പറയില്ല. കാരണം ഇനി അവിടെയാണെന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയായിരിക്കും, നീ അവിടെ തന്നെയാണല്ലോ. ഈ പറയുന്ന കക്ഷി ഫുൾ ടൈം ഭാര്യയുടെ കൂട്ടത്തിലാണ് ജീവിക്കുന്നത്. 24 hours ഏതാണ്ട് പറ്റിക്കഴിഞ്ഞാൽ, കളിയാക്കി പറഞ്ഞതാണ് അങ്ങനെ, 24 hours പറ്റിയാൽ ഭാര്യയുടെ കൂടെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനാണിത്. പക്ഷെ വല്ലപ്പോഴും ഒന്ന് പോകുന്ന ആളെ കുറ്റപ്പെടുത്തി കഴിയുമ്പോൾ അയാളുടെ സന്തോഷമാണ് ഇല്ലാതാക്കുന്നത്. സമൂഹത്തിൽ എല്ലായിടത്തും ഇങ്ങനെ ഗിൽറ്റ് ട്രിപ്പിംഗ് നടത്തുന്ന ഒരുപാട് ആളുകളെ കാണാൻ പറ്റും. ഗിൽറ്റ് ട്രിപ്പിംഗ് എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. നമ്മളിൽ മറ്റുള്ളവരുടെ, അത് നമ്മുടെ സന്തോഷത്തെ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മളിൽ എന്തുണ്ടാക്കും, ഒരു കുറ്റബോധം സൃഷ്ടിക്കും. ആ കുറ്റബോധം സൃഷ്ടിച്ചു കഴിയുമ്പോൾ ആ കുറ്റബോധം നമ്മുടെ വിജയത്തെ തടയും. ഒരുപക്ഷെ അത് ബിസിനസ്സിലാണെങ്കിൽ ബിസിനസിന്റെ വളർച്ചയെ തടയും, അല്ലെങ്കിൽ നമ്മുടെ സന്തോഷത്തിൽ, ഫാമിലി ലൈഫിലാണെങ്കിൽ ആ ഫാമിലിയിലെ സന്തോഷത്തെ തടയും. അല്ലെങ്കിൽ നമുക്ക് ഏതൊക്കെ സൊസൈറ്റിയിലാണെങ്കിൽ സൊസൈറ്റിയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന കാര്യത്തിൽ പറയുമ്പോൾ ഏതൊന്നും അങ്ങനെയൊന്നും അല്ല, ഇങ്ങനെയൊന്നും അല്ല, അത് നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു കുറ്റബോധം, ഇനി ഇത് നടക്കില്ലായിരിക്കും അല്ലെ എന്നുള്ള ഒരു കുറ്റബോധം നമ്മൾ സൃഷ്ടിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഓർക്കുക. അത് ശരിക്കും അമ്മയോടുള്ള സ്നേഹവും ഭാര്യയോടുള്ള സ്നേഹവും എന്ത് ചെയ്യണമെന്ന് അറിയാതെ അമ്മ പറഞ്ഞ വാക്കിന്റെ പുറത്ത് 30 വർഷം വളർത്തിയതല്ലേ ഞാൻ, എന്നിട്ട് നീ പിന്നെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, അല്ലെങ്കിൽ നീ എന്നെ ഒന്നും കൊണ്ടുപോകാറില്ലല്ലോ എന്നൊക്കെ പറയുന്ന ചെറിയ ചെറിയ കുറ്റപ്പെടുത്തലുകൾ അവനൊരു ശരിക്കും അവനിലേക്ക് എന്താ പറയുക, ഒരു കുറ്റബോധം സൃഷ്ടിക്കുന്നു. അവന്റെ ജീവിതത്തിലെ സന്തോഷം അവിടെ വെച്ചിട്ട് ഇല്ലാതാവുന്നു അല്ലെ. ഒരു ജീവിതത്തിൽ ഒരു ഡാൻസർ ആവണമെന്ന് ആഗ്രഹിച്ച കുട്ടിയോട് അമ്മ പറഞ്ഞ വാക്കുണ്ട്, ഇനി ഒരിക്കലും നിന്റെ അച്ഛനൊട്ടും ഇഷ്ടമായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവളിലേക്ക് വന്നൊരു കുറ്റബോധം അവളുടെ ജീവിതത്തിൽ ഒരു വലിയൊരു ആഗ്രഹത്തെ നശിപ്പിച്ചു. അവനെ ഇടയ്ക്ക് സ്വന്തം ഭാര്യയുടെ അടുത്തുനിന്ന് പോകാനുള്ള ഒരു ആഗ്രഹത്തെ തന്റെ കൂട്ടുകാരൻ നശിപ്പിക്കുന്നു. നമ്മുടെ ഗിൽറ്റ് സ്ട്രിപ്പിംഗ് ഉണ്ടാക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്, ഒരുപാട് ആളുകൾ. ഇതിനാകെ തടയാനുള്ള ഒരു ഒറ്റ വഴിയുള്ളൂ. ഈ ഗിൽറ്റ് ട്രിപ്പിംഗ് നടത്തുകയാണെന്ന് തോന്നുമ്പോൾ, നമ്മളെ കുറ്റപ്പെടുത്തുകയാണെന്ന് തോന്നുമ്പോൾ അവരെ അവോയ്ഡ് ചെയ്യുക, അവരുമായിട്ടുള്ള സംസാരം ഒഴിവാക്കുക, അല്ലെങ്കിൽ അവരുമായിട്ട് നമ്മൾ എന്താ കാര്യം അവർ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കുക. നമ്മൾ സ്വയം രക്ഷ മാത്രമേ ഇതിനകത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിലെ ഗിൽറ്റ് ട്രിപ്പിംഗ് നടത്തുന്ന, ഇതുപോലെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കുറ്റബോധം സൃഷ്ടിച്ച് മറ്റുള്ളവരുടെ ജീവിതത്തിലെ സന്തോഷം തടയുന്ന ആളുകളെ ഇല്ലാതാക്കുക, അവരുമായിട്ടുള്ള അടുപ്പം കുറയ്ക്കുക, അവരുമായിട്ടുള്ള സംസർഗം ഇല്ലാതാക്കുക. ഇത് മാത്രമേ ഇതിനുള്ളൊരു വഴിയുള്ളൂ. ഇനിയും അടുത്ത കുറെ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.